हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസുബില്ലാഹിമിനശ്ശൈത്താനിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രേക്ഷകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 10 ഓഗസ്റ്റ് 2024 ശനിയാഴ്ച ദിവസമാണ്. ഇന്ത്യയിൽ ഇന്ന് ഇപ്പോൾ 10 മണിയാണ് രാത്രി. ഞങ്ങൾ രാഹെ ഉദയയുടെ പ്രോഗ്രാമുമായി കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഖാദിയാൻ ദാറുൽ നിന്നുകൊണ്ട് ഈ ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 4 സീരിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സീരീസിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള പരിപാടിയാണിത്. ഈ സീരീസിൽ നാം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഗ്രന്ഥം അഹ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ മുകളിലാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ പ്രോഗ്രാം രാഹെ ഹുദ അത് ലൈവാണ്, അത് ഇൻറ്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. നിങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് നമ്മോടൊപ്പം ബന്ധപ്പെടാവുന്നതാണ്. നമ്മോടൊപ്പം ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ തന്നെ കോളുമായിട്ടും ഇമെയിൽ വഴി മുഖാന്തരവും നമ്മോടൊപ്പം ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ ഒരു സ്റ്റുഡിയോയിൽ പണ്ഡിതന്മാരുടെ മുമ്പിൽ വെക്കുന്നതാണ്. നമ്മുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്ന ഉലമാക്കളുടെ പാനൽ അവർ ഇങ്ങനെയാണ്: മുനീർ ഖാദിം സാഹിബ്, മൗലാന മുജാഹിദ് ശാസ്ത്രി സാഹിബ്. ഞാൻ രണ്ടുപേരെയും ഈ ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയാണ്. ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് അത് അസ്സലാം എന്നുള്ളതാണ്, അതായത് സമാധാനം. യഥാർത്ഥ മുഅ്മിന് അള്ളാഹുവിൻ്റെ അസ്ലം തന്നെയാണ് സമാധാനത്തിൻ്റെ ഉറവിടം. ഒരു മുഅ്മിന് യഥാർത്ഥവും അതുപോലെ തന്നെ സുസ്ഥിരവുമായിട്ടുള്ള സമാധാനത്തിനുള്ള മാർഗം അള്ളാഹു തന്നെയാണ്. ഈ ഒരു ഉറവിടത്തിൽ നിന്ന് ഉപകാരമെടുക്കാതെ കണ്ട് ഒരു മുഅ്മിന് ഒരു വിധത്തിലും തന്നെ അവന് സമാധാനം ലഭിക്കുന്നില്ല. ആരാണോ ഈ ഒരു കവാടത്തിൽ നിന്ന്, ഈ ഒരു ഭവനത്തിൽ നിന്നും ദൂരപ്പെടുന്നത്, അവനൊരിക്കലും തന്നെ സമാധാനം ലഭിക്കുന്നതല്ല. ഞാൻ ഈ ഒരു എപ്പിസോഡിൻ്റെ ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട മുനീർ അഹമ്മദ് ഖാദിം സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഈ ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, രക്ഷയെയും അതുപോലെ ശിക്ഷയെയും സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, പ്രതിഫലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നൽകുന്നതിന് മുന്നേ അനിവാര്യമാണ് ഇത് സംബന്ധമായിട്ട് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചോദ്യം, അതായത് മനുഷ്യൻ്റെ മരണത്തിന് ശേഷം എന്ത് അവന് ലഭിക്കും, അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ മാത്രമല്ല പക്ഷെ മറ്റുള്ള മതങ്ങളും ഇതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള മതങ്ങൾ അത് പറഞ്ഞ കാര്യങ്ങൾ അപൂർണമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ അധ്യാപനങ്ങളിൽ അത് പരിപൂർത്തീകരണമായ ഒരു അധ്യാപനങ്ങൾ നമുക്ക് കാണുന്നില്ല. അത് സുരക്ഷിതമാക്കപ്പെട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ പല വിധത്തിലുള്ള കൈകടത്തുകൾ സംഭവിച്ചു. അങ്ങനെ അവരുടെ വിശ്വാസങ്ങൾ പല വിധത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇസ്ലാം വെച്ചിരിക്കുന്ന സിദ്ധാന്തം, ആ ഒരു വിശ്വാസം,
അത് വിശുദ്ധ ഖുർആൻ അള്ളാഹു വിശുദ്ധ ഖുർആൻ സംബന്ധിച്ച് പറഞ്ഞു, അത് നാം സുരക്ഷിതമാക്കി വെക്കുന്നു. അതിന് ശേഷം അള്ളാഹു പറഞ്ഞു ഇതിൻ്റെ വ്യാഖ്യാനം അത് ഇൽഹാം മുഖാന്തരം ഞാൻ വീണ്ടും പഠിപ്പിക്കുന്നതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു വിഷയമാണിത്. മനുഷ്യൻ അവനിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അതിൽ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അള്ളാഹു അവൻ്റെ ഇൽഹാം ഇറക്കിക്കൊണ്ടാണ് അവൻ ഇതിൻ്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ അള്ളാഹു ഇങ്ങനെയുള്ള മുജദ്ദിദീങ്ങളെയും അതുപോലെ തന്നെ ഔലിയാക്കളെയും അതുപോലെ തന്നെ അവസാനത്തിൽ അള്ളാഹു ഇമാം മഹദി ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെയും അയക്കുകയുണ്ടായി. അദ്ദേഹത്തെ അയക്കാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുള്ള ഒരു പ്രതിപുരുഷനെ അയക്കുകയുണ്ടായി. അങ്ങനെ ഇസ്ലാമിൻ്റെ അധ്യാപനത്തെ, അതിൻ്റെ യാഥാർത്ഥ്യത്തെ, അതിൻ്റെ വ്യാഖ്യാനത്തെ അത് ലോകത്ത് വെക്കുകയുണ്ടായി. താങ്കൾ ചോദിച്ച പോലെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചോദ്യം, അത് സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വിശദമായിക്കൊണ്ട് യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ രൂപത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചില ആയത്തുകൾ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടു വിധത്തിലുള്ള ജനങ്ങളാണുള്ളത്. ഒന്ന്, മരണാനന്തര ജീവിതം സംബന്ധിച്ച് വിൽക്കും അതിനെ വിശ്വസിക്കാത്ത ആൾക്കാർ. ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അതിൽ സംശയങ്ങളുണ്ട്. വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതിനെ എങ്ങനെയുള്ള അത് അവർ വിശ്വസിക്കുന്നു ഈ ലോകത്തുള്ള ജീവിതത്തെ പോലെ തന്നെ ആ ജീവിതത്തെ വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ ലഭിക്കുന്ന ആ പഴങ്ങളും അതുപോലെ തന്നെ ഈ ലോകത്തിൽ ലഭിക്കുന്ന സാധനങ്ങളും അവിടെ ലഭിക്കുന്നു അവർ വിചാരിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ വിശദീകരണം ഹദ്റത്ത് മസീഹ് ഇസ്ലാമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് അള്ളാഹു പറയുന്നു, വഖാലു മാഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂത്തു വനഹിയ. അതായത് ഈ ദുനിയാവിൻ്റെ ജീവിതം മാത്രമാണുള്ളത്, നാം ജീവിക്കുന്നു, നാം മരിക്കുന്നു. അയഅദുക അന്നകും മിത്തും. അദ്ദേഹം എന്താണ്, നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾ ജീവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുത്തുന്നുവോ? നിങ്ങൾ എന്നിട്ട് മരണത്തിൽ നിന്ന് നിങ്ങൾ എണീപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ? അതായത് അവർ പറയുകയാണ് ഇതിന് ശേഷം ഒന്നുമില്ല. പിന്നെ പറയുന്നു, പിന്നെ അള്ളാഹു പറയുന്നു, ഞാനെന്താ ഒരു പ്രാവശ്യം സൃഷ്ടിച്ച് ഞാനെന്താ ക്ഷീണിച്ചു പോയോ എന്ന്, ഞാൻ ഇനി സൃഷ്ടിക്കാൻ എനിക്ക് സാധ്യമല്ലേ എന്ന്. അവർ അങ്ങനെ സംശയത്തിൽ പെട്ടുപോയിരിക്കുന്നു. നഹ്നു ഖദ്ദർന ബഅദകുൽ മൗതു വനാ നഹ്നു ബിമസ്ബുഖീൻ. നാം തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ മരണത്തെ വെച്ചിരിക്കുന്നത്. അതിനുശേഷവും നാം വെക്കുന്നതാണ് അതിനെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ രൂപത്തെ നാം മാറ്റുന്നതാണ്. നിങ്ങൾക്ക് അറിയാത്ത രീതിയിലുള്ള രൂപത്തിൽ നാം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതാണ്. അതായത് ഈ ലോകത്ത് നാം കാണുന്ന ആ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രൂപത്തിലായിരിക്കും അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. എന്നിട്ട് അവർ പറയുന്നു മരണത്തിന് ശേഷം ഒന്നുമില്ല എന്നവർ പറയുന്നു. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നു, നിങ്ങളെന്താ നിങ്ങളുടെ ആദ്യത്തെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ വെറും ഒരു ബീജമായിരുന്നു, അതിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഉയർത്തി എഴുന്നേറ്റി പടിയെ പടിയെ ഒരു രൂപമാക്കി എടുത്തിരിക്കുന്നു. നിങ്ങളെന്താ ഉപദേശം സ്വീകരിക്കുന്നില്ലേ? മാ ഖൽഖുക്കും വലാ ബഅസുക്കും ഇല്ലാ കനഫ്സൻ വാഹിദ. നിങ്ങളെ സൃഷ്ടിക്കുന്നതും നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പും അതും ഒരു നഫ്സെ ഒറ്റൊരു കണികയിൽ നിന്നാണ്. ഇതിനെ സംബന്ധിച്ച് സയ്യിദ് ഖലീഫത്തുൽ മസീഹ് റാബി തൻ്റെ ഗ്രന്ഥം റെവലേഷൻ റേഷണാലിറ്റി ആൻഡ് നോളജ് ആൻഡ് ട്രൂത്തിൽ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സൃഷ്ടിപ്പിന് ശേഷം മരണവും മരണത്തിന് ശേഷം വീണ്ടുമുള്ള ആ ഉയർത്തെഴുന്നേൽപ്പ്, എന്നിട്ട് അവസാനമില്ലാത്ത ഒരു ഉയർച്ചയുടെ ഒരു കാലഘട്ടം, അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചത് അത് നോക്കുക ഒരു കോടിക്കണക്കിന് വർഷങ്ങളായിരിക്കുന്നു. അപ്പം മരണത്തിന് ശേഷം മനുഷ്യൻ അവൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഖലീഫത്തുൽ മസീഹ് റാബി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അവൻ്റെ രണ്ടാമത്തെ ആ ഒരു
സൃഷ്ടിപ്പ് അവിടെ നടക്കുന്നതാണ് എന്നുള്ളത്. എന്നിട്ട് അവസാനിക്കാത്ത രീതിയിലുള്ള അനന്തമായിട്ടുള്ള അവൻ്റെ പുരോഗമനത്തിൻ്റെ ഒരു കാലഘട്ടം തുടങ്ങുന്നതാണ്. മുസ്ലിം ഇസ്ലാം മരണത്തിന് ശേഷമുള്ള ലോകത്തിനെ സംബന്ധിച്ച് മുസ്ലിം ഇസ്ലാം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹുസൂർ തൻ്റെ ഗ്രന്ഥം ഇസ്ലാമിക തത്വജ്ഞാനത്തിൽ പറയുന്നു മരണത്തിന് ശേഷം അവൻ്റെ അവസ്ഥ അത് യഥാർത്ഥത്തിൽ ഒരു പുതിയ അവസ്ഥയല്ല, പക്ഷേ ഈ ലോകത്തിലുള്ള അതേ അവസ്ഥ തന്നെയാണ്. അത് ഒരു പരിപൂർത്തീകരണമായിരിക്കും അതിൻ്റെ ഉണ്ടായിരിക്കുക. അവൻ്റെ കർമ്മത്തിൻ്റെ നന്മയാണോ അത് അവൻ്റെ കർമ്മം തിന്മയാണോ ഉള്ളത്, അതിൻ്റെ ആ ഒരു പൂർത്തീകരണവും അതിൻ്റെ ഒരു വെളിപാടുമാണ് ആ ഒരു ലോകത്തുണ്ടാവുക. അവൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു വിഷം അത് പുറത്ത് വരുന്നതാണ് മരണത്തിന് ശേഷം. ആ എല്ലാ അവസ്ഥകളും അള്ളാഹു അവൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ അവസ്ഥകളും അതിൻ്റെ മുഖം കാണിക്കുന്നതാണ് മരണത്തിന് ശേഷം. നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സ്വപ്നത്തെ നോക്കുക. സ്വപ്നം കാണുമ്പോൾ അവൻ കാണുന്ന കാര്യങ്ങൾ അവൻ്റെ ശരീരത്തിൽ അത് പ്രകടമാകുന്നു. അവൻ്റെ ആ ഒരു സ്വപ്നം കാണുന്നതിന് ഫലമായിക്കൊണ്ട് അവൻ്റെ ശരീരത്തിൽ ചൂട് കൂടുന്നു. അതുപോലെ തന്നെ അവന് പനിയുള്ള സമയത്തും അതുപോലെ തന്നെ ജലദോഷം ഉണ്ടാകുന്ന സമയത്തും അവൻ വെള്ളത്തിലാണ് എന്നുള്ള രീതിയിലുള്ള സ്വപ്നം കാണുന്നു. അതായത് അവൻ സ്വപ്നത്തിൻ്റെ ആ ഒരു പ്രഭാവം അവൻ്റെ ശരീരത്തിലും അവൻ കാണുന്നു. അതുപോലെ തന്നെയാണ് ഇതേ കാര്യം ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ പ്രഭാവം അവൻ്റെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവൻ കാണുന്നു. ജനങ്ങൾ ഇത് ഒരു കഥയാക്കിയിരിക്കുകയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതം. അവിടെ കാരക്കുകയും അതുപോലെ തന്നെ തേനും അതുപോലെ തന്നെ മദ്യവുമെല്ലാം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഫലാ തഅലമു മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്നി. ഒരു മനുഷ്യനും ഒരു അള്ളാഹു ഒരു നഫ്സിനും മരണത്തിന് ശേഷം എന്താണ് മരണത്തിന് ശേഷം അവന് വേണ്ടിയിട്ട് അള്ളാഹു വെച്ചിരിക്കുന്നു എന്നൊരു നഫ്സിനും അറിയില്ല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹു പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അവിടുന്ന് ശേഷം പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പറയുന്നു, ഞാൻ എൻ്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് എന്താണ് തയ്യാറാക്കിയിരിക്കുന്നത് സ്വർഗത്തിൽ എന്ന് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും അതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയും വന്നിട്ടില്ല. ഇതൊരു കുതിശായിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഈ ഒരു ലോകത്ത് കാണുന്ന ആ ഒരു ഫലങ്ങൾ തന്നെ ആയിരിക്കുമോ നമുക്ക് ലഭിക്കുക? ഇതല്ല, ഇത് തെറ്റായ ചിന്താഗതിയാണ്. മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ശിക്ഷ അതുപോലെ തന്നെ രക്ഷ, പ്രതിഫലം, അതിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ രൂപം എന്താണ്? അത് ഖലീഫത്തുൽ സാനി ഈ ഗ്രന്ഥത്തിൽ അഥവാ യഥാർത്ഥ ഇസ്ലാം എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു, ആ നരകം എന്നുള്ളത് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് അവൻ അനുഭവിക്കുന്ന കാര്യങ്ങളെയാണ് അത് നരകമെന്ന് പറയുന്നത്. ഒന്ന് കണ്ണാണ്, ഒന്ന് ചെവിയാണ്, മൂന്നാമത്തെ അത് മണമാണ്, നാലാമത്തെ അതായത് രുചിയാണ്, മറ്റൊന്ന് അത് സെൻസ് ഓഫ് ടെമ്പറേച്ചറാണ്. ഒരു അതിൻ്റെ ഭാഗം അത് പ്രവർത്തനമാണ്, മസ്കുലർ സെൻസിൻ്റെ ഭാഗമായിട്ട് അവൻ അനുഭവിക്കുന്നു. ഈ ഒരു 7 അനുഭവത്തിനുള്ള മാർഗങ്ങളാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. ഈ അനുഭവത്തിൻ്റെ മാർഗത്തിലൂടെയാണ് അവൻ തിന്മ ചെയ്യുന്നത്. ഈ അനുഭവത്തിൻ്റെ മാർഗങ്ങളിലൂടെ തന്നെയായിരിക്കും അവന് ശിക്ഷയും നൽകപ്പെടുക. അപ്പം ഈ നന്മയുടെയും ഈ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഈ 7 മാർഗം തന്നെയാണുള്ളത്. അവൻ രുചിക്കുന്നതാണ് നന്മ, അല്ലെങ്കിൽ അവൻ നന്മ കാണുന്നതാണ്, അതുപോലത്തെയുള്ള മറ്റ് 7 ഈ ഒരു ഇന്ദ്രിയങ്ങൾ ഇത് വെച്ചുകൊണ്ട് തന്നെ അവന് പ്രതിഫലം നൽകുന്നതാണ്. ഒരു മനുഷ്യൻ അവൻ ഒരു മെത്തയിൽ കിടക്കുക, ഈ ഒരു വ്യക്തി, അതായത് പല കാര്യങ്ങൾ അത്
പല വ്യക്തികൾക്ക് അത് പല രീതിയിലാണ് അനുഭവിക്കുന്നത്. ഒരു വ്യക്തി അവൻ അവന് ഉണങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി അവൻ ഉണങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവൻ കഴിക്കാൻ തീർത്തും അവന് സാധ്യമല്ലാത്ത ഒരു ഭക്ഷണങ്ങളാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പല കാര്യങ്ങൾ അത് പല ജനങ്ങൾക്ക് പല രീതിയിലാണ് അവർ അതിനെ അനുഭവിക്കുന്നത്. അപ്പം ആരൊക്കെയാണോ ഈ ഇന്ദ്രിയങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്, അത് അവർക്ക് നിർവൃതി നൽകുന്നതാണ്. ആരൊക്കെയാണോ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തിന്മ ചെയ്തിരിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും ഈ ഇന്ദ്രിയങ്ങളാൽ തന്നെ അവർക്ക് വേദന അവർക്ക് അനുഭവിക്കുന്നതാണ്. ഈ ഒരു ചോദ്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ചോദിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നു, സ്വർഗവും അത് ആസ്മാനത്തിൽ ആകാശത്തും ഭൂമിയിലും വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ നരകത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി പറയുന്നു, ഈ ഒരു ഡയറക്ഷൻസ് നാം റേകളെ സംബന്ധിച്ച് ഹുസൂർ പറയുന്നു, പല രീതിയിലുള്ള റേ നമ്മുടെ മുന്നിലോട്ട് പോകുന്നു. ടി വിൻ്റെ റേകളും അതുപോലെ തന്നെ പല രീതിയിലുള്ള റേസ്, ഇതൊക്കെ നമ്മുടെ മുന്നിലൂടെ പോകുന്നു. ചില ആൾക്കാർ അതുകൊണ്ട് പാട്ട് കേൾക്കുന്നു, നമ്മളെപ്പോലുള്ള ചില ആൾക്കാർ അതിൽ നിന്ന് ഇങ്ങനത്തെ പരിപാടികൾ, രാഷ്ട്രീയ പോലുള്ള പരിപാടികൾ കാണുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് കാണുന്നില്ല, ഈ നമ്മുടെ മുന്നിലൂടെ പല രീതിയിലുള്ള റേകൾ പോകുന്നു. അതുപോലെ തന്നെയാണ് നരകങ്ങളും. അത് പല ആൾക്കാർക്ക് അത് പല രീതിയിലായിരിക്കും അനുഭവിക്കുക. അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കും അത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ അതിൻ്റെ ഉൾച്ചുരുക്കമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ, വിശദമായി പഠിക്കുകയാണെങ്കിൽ, കുറഞ്ഞ പക്ഷം 3 പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ ഈ ഒരു പുസ്തകം വെച്ചിരിക്കുന്നത്. യുവാക്കൾ ഈ ഒരു ഗ്രന്ഥം വായിക്കേണ്ടതാണ്. ലണ്ടനിൽ ഹുസൂർ ലെക്ചർ നൽകിയ ഒരു ഗ്രന്ഥമാണിത്. വിദ്യാഭ്യാസരായിട്ടുള്ള ജനങ്ങൾ ഇത് കേൾക്കുകയും അവർ നല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് നിർബന്ധമാണ് ഈ ഗ്രന്ഥം നാം വായിക്കേണ്ടതാണ് തീർച്ചയായും. നമ്മുടെ ശ്രോതാക്കളിൽ നിന്ന് ഒരു ചോദ്യം ടെക്സ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യം ഞാനിവിടെ അവതരിപ്പിക്കാം. കാനഡയിൽ നിന്ന് മാഹിറ സദഫ് സാഹിബ അവരെഴുതുന്നു, നിങ്ങൾ ഇസ്തിഖാറയുടെ വിശദീകരണം പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അരുളി ചെയ്യുന്നു, ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 8 ദിവസം പൂർണ്ണമായും അനുഷ്ഠിക്കുകയോ ചെയ്താൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒറ്റ ദിവസം തന്നെ അനുഷ്ഠിച്ചത് കൊണ്ട് ഇത് മനസ്സിലാവുകയില്ല എന്നതിൻ്റെ വിശദീകരണം എന്താണ്? ഇത് ഞാൻ ഈ ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ മുജാഹിദ് സാഹിബിനോട് ആവശ്യപ്പെടുകയാണ്. ഇസ്തിഖാറ എന്ന വാക്കിൻ്റെ അർത്ഥം അറബി വാക്കാണത്. അള്ളാഹുവിനോട് നന്മയെ തേടുക, അതാണ് അതിൻ്റെ അർത്ഥം. ഇസ്തഫല എന്ന വാക്കിൽ നിന്നാണ്, എന്ന വസനിലാണത് വന്നിട്ടുള്ളത്. അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുക. ഇസ്ലാം എത്രത്തോളം മനോഹരമായ മതമാണെന്നാൽ ഇസ്തിഖാറയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലയിൽ മറ്റ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ത് കാര്യത്തിലും അള്ളാഹുവിനോട് നന്മയെ തേടുക എന്നതായിരുന്നു. ചെറിയ കാര്യമായിരുന്നാലും വലിയ കാര്യമായിരുന്നാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചിട്ടായിരുന്നു ചെയ്യുക. അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തെയും മുന്നിൽ വെക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് അടിസ്ഥാനമായിരിക്കേണ്ട ഗുണമാണ്. വിവാഹ സംബന്ധമായ കാര്യമായിരുന്നാലും കൊടുക്കൽ വാങ്ങലുകളായിരുന്നാലും എല്ലാ കാര്യത്തിലും നന്മയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അള്ളാഹുവിനോട് തന്നെ ചോദിച്ചറിയുക എന്നതാണ് ഇസ്തിഖാറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ അള്ളാഹുവിനോട് ഇസ്തിഖാറ ചെയ്യുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ അഭയത്തിലാകുന്നു. അള്ളാഹുവെ, ഈ വ്യവഹാരത്തിൽ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്,
അത് നന്മയാണെങ്കിൽ നീ എനിക്ക് ചെയ്തു തരണമേ എന്ന് തേടുകയാണ് ചെയ്യുന്നത്. അതിൽ മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹു ഇസ്തിഖാറയ്ക്ക് ശേഷം നമ്മുടെ സംരക്ഷകനായി മാറുന്നു. ഇസ്തിഖാറ ചെയ്യുന്നവൻ്റെ സംരക്ഷകൻ മലക്കുകളായി മാറുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് കാണാൻ സാധിക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, അദ്ദേഹത്തിൻ്റെ ശൈലി എന്നുള്ളത് ഇസ്തിഖാറയിൽ ഒരു സവിശേഷമായ ദുആയും സവിശേഷമായ രീതിയും നബി തിരുമേനി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2 റക്അത്ത് നഫൽ രാത്രി നമസ്കരിക്കുക, അതിൽ ആ സവിശേഷമായ ദുആ ചെയ്യുക. ഇവിടെ ഇവർ സഹോദരി ചോദിച്ചത്, ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കാലഘട്ടത്ത് അള്ളാഹുവിൻ്റെ ഈ കാലഘട്ടത്തിലെ ഇമാമും വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹുമാണ്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇസ്തിഖാറ തേടാൻ സാധിക്കുമോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സയ്യിദുനാ ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ, പല ഗ്രന്ഥങ്ങളിലും ഉലമാക്കളോടും സുലഹാക്കളോടും സച്ചരിതരായ ആളുകളോടും, നിങ്ങൾ എന്നോട് എതിരിടുന്നതിൽ മുന്നേറാതെ ഞാൻ ഏതൊരു ദൈവത്തിൽ നിന്നാണോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ ദൈവത്തിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, ഞാൻ സത്യവാനാണോ അല്ലയോ എന്നുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുക. പിന്നീട് അദ്ദേഹം തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ സവിശേഷമായ നിലയിൽ ആകാശീയമായ ദൃഷ്ടാന്തങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, അതിൽ സവിശേഷമായ നിലയിൽ അദ്ദേഹം പറയുന്നു, ഇതിന് അടിസ്ഥാനപരമായ നിബന്ധന എന്താണ്, എങ്ങനെയാണ് ഇസ്തിഖാറ ചെയ്യേണ്ടത്, മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സത്യസന്ധത എങ്ങനെയാണ് അള്ളാഹുവിനോട് തേടുന്നത്. ആദ്യം തൗബത്തുൻ നുസൂഹ്, അതായത് ഹൃദയത്തിൽ ഒരു വിധത്തിലുമുള്ള വക്രതയും ഇല്ലാത്ത രീതിയിൽ തൗബ ചെയ്യുക, ഒരു തെറ്റായ ചിന്തയും ഉണ്ടാകാൻ പാടില്ല. ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ആദ്യമേ നമ്മുടെ ഹൃദയത്തിൽ വളരെ മോശമായ കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിൽ ഗുണം ചെയ്യുകയില്ല. അപ്പം അതിൽ നിന്ന് തൗബ ചെയ്യുക, രാത്രി 2 റക്അത്ത് നമസ്കരിക്കുക, അതിൻ്റെ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ യാസീനും രണ്ടാമത്തെ റക്അത്തിൽ 21 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസും പിന്നീട് അതിനുശേഷം 300 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും 300 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവേ നീ എല്ലാം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അറിയുന്നവനാണ്. ഈ വ്യക്തി അള്ളാഹുവിൽ നിന്നുള്ളവനാണെന്ന് വാദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത എന്താണ്? പിന്നെ പറയുന്നു, 1 ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, അല്ലെങ്കിൽ 3 ദിവസം ചെയ്തു. അതിനുശേഷം സ്വയം ഈ ഗ്രന്ഥത്തിൽ പറയുന്നു, 2-3 ദിവസം ദുആ ചെയ്തിട്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്. കുറഞ്ഞത് 2-3 ആഴ്ച അല്ലെങ്കിൽ അതിലധികം 2-3 ആഴ്ച നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാർത്ഥതയും അതിൽ വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് ഈ ദൈവിക നിയോഗിതൻ്റെ സത്യസന്ധതയെ അറിയാനുള്ള ആത്മാർത്ഥത വെളിപ്പെടുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയത്തിന് വെളിച്ചം ലഭിക്കാൻ, ശരിയായ ദിശ ലഭിക്കാൻ അള്ളാഹുവിനോട് തേടുക. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ വഴിത്തിരിവുകളിലും ഇസ്തിഖാറ ചെയ്യാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നാമമാത്രരായ ഉലമാക്കളുടെ വാക്കുകൾ കേട്ട് കാലത്തിൻ്റെ ഇമാമിനെ നിരാകരിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് സ്വയം തേടുക, തൗബത്തുൻ നുസൂഹ് ചെയ്തുകൊണ്ട് പരിപൂർണമായ നിലയിൽ ഹൃദയത്തിലെ വക്രതകളില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ആ രീതിയിൽ അള്ളാഹുവിനോട് സന്മാർഗത്തെ തേടുകയും അവർക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രോതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഖുറൈശി ഹക്കീം സാഹിബാണ് ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ബലഹീനതകൾക്ക് കാരണം സയ്യിദന ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് അതിൻ്റെ പരിപോഷണത്തിനാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഹദ്റത്ത് മൗലവി മുനീർ അഹമ്മദ് ഖാദിം സാഹിബിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സയ്യിദന ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീത ഖിലാഫത്ത് കാലഘട്ടം 50 വർഷത്തിലധികം നീണ്ടുനിന്ന കാലമായിരുന്നു. ആ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പൊതുവായി മുഴുവൻ ലോകത്തിനും അദ്ദേഹം തൻ്റെ സേവനം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യേകമായ നിലയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആണ് അദ്ദേഹം കൂടുതലായി സേവനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഭിസംബോധകർ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. മുസ്ലിങ്ങൾ തന്നെയാണ് ഈ ശബ്ദത്തെ
സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്. അതിൽ മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇൽഹാമിൽ പറയുന്നത് പോലെ ഐ ഷാൽ ഗീവ് യു എ ലാർജ് പാർട്ടി ഓഫ് ഇസ്ലാം, മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വലിയൊരു കൂട്ടത്തെ ഞാൻ നിനക്ക് നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ നന്മയ്ക്കും ഉന്നമനവുമായിരുന്നു മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ലക്ഷ്യം. എന്തായാലും ഹദ്റത്ത് മുസ്ലിം മൗഊദ് അൻഹു തൻ്റെ ഖിലാഫത്ത് പദവിയിൽ ഉപവിഷ്ടനായപ്പോൾ അദ്ദേഹം ഖാദിയാനിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങി. ആദ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം തുടങ്ങി. പിന്നീട് ആശുപത്രികൾ അദ്ദേഹം വിപുലീകരിച്ചു. ഇവിടെ കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ വിപുലമായ രീതിയിൽ നടന്നു. പരിസര പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളുമുള്ള മുസ്ലിങ്ങളെ സവിശേഷമായ നിലയിൽ അവർ ഇതിൽ നിന്ന് വലിയ തോതിൽ പ്രയോജനമെടുത്തിട്ടുണ്ട്. പിന്നീട് ഖാദിയാനിൽ നിന്ന് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ വ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഖാദിയാനിൽ നിന്ന് പുറത്തേക്കെത്തി. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും വേണ്ടി അവരുടെ അന്നത്തെ ശോചനീയമായ അവസ്ഥയിൽ ഹിന്ദുക്കളെക്കാൾ മോശമായ നിലയിൽ, സാമ്പത്തികമായ നിലയിൽ, സാമൂഹികമായ നിലയിൽ, സാമ്പത്തികമായ നിലയിൽ, രാഷ്ട്രീയപരമായ നിലയിൽ, എല്ലാ രീതിയിലും തീർത്തും അധപതിച്ച അവസ്ഥയിൽ, ദുർബലരായ അവസ്ഥയിലായിരുന്നു. അത്തരം മുസ്ലിങ്ങളെ, ചില മുസ്ലിങ്ങളുടെ അവസ്ഥ ഏതുവരെ എന്നാൽ അവരെ അസ്പൃശ്യരായിക്കൊണ്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അതായത് തൊട്ടലും തീണ്ടലും വരെ മുസ്ലിങ്ങളെ സ്പർശിക്കുന്നത് പോലും മോശമായി കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ, അത്രത്തോളം മതപതിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 1923 ഹദ്റത്ത് മുസ്ലിഹ മൗഊദ് ഈ ശുദ്ധി പ്രസ്ഥാനം വ്യാപകമായ നിലയിൽ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ മുസ്ലിങ്ങളെ വീണ്ടും ഹൈന്ദവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ വിപുലമായ രീതിയിൽ മുസ്ലിങ്ങളെ അവരുടെ അന്തസ് എന്താണ്, അവരുടെ വിശ്വാസം എത്രത്തോളം ഉന്നതമാണ് എന്നുള്ളത് സംബന്ധിച്ച് അവരെ ബോധവാന്മാരാക്കുകയും സാമൂഹികമായ നിലയിൽ ഉന്നമനത്തിന് വേണ്ടി, രാഷ്ട്രീയപരമായ നിലയിൽ ഉന്നമനത്തിനായിക്കൊണ്ട്, സാമൂഹികമായ നിലയിൽ മുൻനിരയിലേക്ക് വരുന്നതിന് വേണ്ടി അദ്ദേഹം തുടർച്ചയായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. ഖാദിയാനിലുള്ള പണ്ഡിതന്മാരെ ആ ഒരു ദൗത്യമേൽപ്പിച്ച് ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോവുകയും ആ മുബല്ലിങ്ങൾ മുഖേന അവർ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും എല്ലാം വ്യാപകമായ നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിൽ, മുസ്ലിം മൗഊദിൻ്റെ ആ കാലഘട്ടത്തിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച കാലഘട്ടമായിരുന്നു. ജമാഅത്തിന് സാമ്പത്തികമായ ഒരു ഭദ്രത ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ജമാഅത്തിൻ്റെ ദരിദ്രരായ ആളുകളിൽ നിന്ന് അവരോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ ഇന്ത്യയിലുള്ള മറ്റ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി ത്യാഗം ചെയ്യുക, അവർക്ക് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരിക, അവരുടെ തബ്ലീഗിനും തർബീയത്തിനുമുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ ചൗധരി മുഹമ്മദ് സഫറുല്ലാ ഖാൻ സാഹിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പല നിർദ്ദേശങ്ങളും നൽകി. ഏതൊക്കെ രീതിയിൽ മുസ്ലിങ്ങളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾക്ക് പരിശ്രമിക്കാൻ കഴിയും. പല രീതിയിലുള്ള പീഡനങ്ങളിലും പ്രയാസങ്ങളിലും ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. ഇവർ ഒറ്റപ്പെട്ട നിലയിൽ അവിടെയും ഇവിടെയും ഏതെങ്കിലും ഭരണാധികാരിയെ വധിച്ചതുകൊണ്ട് മാത്രം സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല, മറിച്ച് സാമൂഹികമായ നിലയിൽ മതത്തിൻ്റെ പരിധികളിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നേറുവാനുള്ള പരിശ്രമം നടത്തേണ്ടതാണ്. ആ കാലഘട്ടത്ത് വലിയ തോതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വഹാബാക്കളായ വല്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് അധ്യാപനങ്ങൾ നൽകി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അയച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത്
സാമ്പത്തികമായ നിലയിൽ, രാഷ്ട്രീയപരമായ നിലയിൽ, സാമൂഹികമായ നിലയിൽ ഏത് രീതിയിൽ മുന്നേറുവാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് അവർക്ക് അധ്യാപനങ്ങൾ നൽകിയുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മുസ്ലിം മൗഊദിൻ്റെ മാർഗദർശനങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പഴയ ന്യൂസ് പേപ്പറുകൾ വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദിൻ്റെ ലേഖനങ്ങൾ ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. ഖാദിയാനിൽ നിന്നുള്ള ഖലീഫ, ഖാദിയാനിൽ നിന്നുള്ള ശബ്ദം, അത് മുസ്ലിങ്ങളെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിച്ചു നിർത്തി മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള അത്തരം പ്രവർത്തനങ്ങൾ അന്ന് വലിയ വലിയ സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ ഉന്നമനം എന്നുള്ളത് ഈ ശബ്ദത്തെ സ്വീകരിക്കുക, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റിക്കൊണ്ട് ആഗമനായ വാഗ്ദത്ത മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശബ്ദം, അതിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ആ ശബ്ദത്തിലേക്ക് നിങ്ങൾ വരേണ്ടതാണ്. നിങ്ങൾ ആ ശബ്ദത്തിലേക്ക് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എത്ര പുരോഗമിച്ചാലും അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടി എന്തൊക്കെ പരിശ്രമിച്ചിട്ടും കാര്യമില്ല. നിങ്ങളിൽ പരസ്പരം ഐക്യമുണ്ടാവുകയില്ല, ഒരു ആഗോള ഇമാം നിങ്ങൾക്കുണ്ടാവുകയില്ല, ഒരു ഇമാമിനെ അണിചേർന്നുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്നവരാവുകയില്ല. നിങ്ങൾ കുഴപ്പങ്ങളിലകപ്പെട്ട് വിഘടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. മുസ്ലിങ്ങളുടെ എത്ര ഭരണകൂടങ്ങളുണ്ട്, എത്ര സമ്പത്തുണ്ട്, എന്നിട്ടുകൂടി മറ്റുള്ളവരുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ അവരുടെ പുരോഗമനം വളരെ കുറവാണ്. അതിന് കാരണം എന്താണ്? അതിനുള്ള കാരണം ഇതാണ്, അള്ളാഹു ഏതൊരു ഇമാമിനെയാണ് ഈ കാലഘട്ടത്തിൽ യോജിച്ചിരിക്കുന്നത്, ഏതൊരു ഇമാമിനെ അനുസരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മഞ്ഞുമലകളിൽ ഇഴഞ്ഞു പോയിട്ടെങ്കിലും അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞ, അദ്ദേഹത്തിനോട് സലാം പറയുക എന്ന് പറഞ്ഞ, അതിനെ അവർ നിരാകരിച്ചു. ഏതുവരെ അവർ ഈ കാര്യത്തെ അംഗീകരിക്കുന്നില്ലയോ, അവരിൽ രാഷ്ട്രീയമായ മേഖലകളിലും സാമ്പത്തികമായ മേഖലകളിലും എത്രത്തോളം ശക്തികളുണ്ടെങ്കിലും ഈ ഇനാം അവർക്ക് ലഭിക്കുകയില്ല. ബുസൂർ വളരെ വിപുലമായ രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ചരിത്രം അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ഇമാമിന് ലബ്ബൈക്ക് പറയുന്നത് വരെ, മുസ്ലിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് വരെ അവർക്ക് പൂർണ്ണമായ നിലയിൽ പുരോഗതി പ്രാപിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥന, അല്ലാഹു തആല നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ ശബ്ദത്തെ സ്വീകരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ദീനും ആത്മീയവും ഭൗതികവുമായ ഉന്നമനം അവർക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹു തആല. പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത ചോദ്യം മൗലാന മുജാഹിദ് ശാസ്ത്രി സാഹിബിനോടാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട്, മരണത്തിന് ശേഷമുള്ള രക്ഷയും അതുപോലെ തന്നെ പ്രതിഫലവും ശിക്ഷയും അത് എന്നേക്കുമുള്ളതാണോ? അതുപോലെ തന്നെ സ്വർഗത്തിലും കർമ്മങ്ങളുടെ ആവശ്യമുണ്ടോ? ജസാക്കുമുല്ലാഹു വസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് ശേഷം ഏത് ചോദ്യമാണോ ഉന്നയിക്കപ്പെടാറുള്ളത്, മനുഷ്യൻ ചോദിച്ചിട്ടുള്ള ചോദ്യം, അത് മരണത്തിന് ശേഷം എന്താണ് എന്നുള്ളതാണ്. മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കണം, സ്വർഗത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, സ്വർഗത്തിന് ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹങ്ങൾ അതെങ്ങനെയാണ്, അവിടെയുള്ള പ്രതിഫലം അതുപോലെ തന്നെ ശിക്ഷ അത് എന്നേക്കുമുള്ളതാണോ, അവിടെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, കർമ്മങ്ങൾ എങ്ങനെയായിരിക്കും. എല്ലാ മതങ്ങളിലും ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. ഇസ്ലാം എന്നേക്കുമുള്ള മതമാണ്, ഖിയാമത്ത് വരെയുള്ള ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഒരു അള്ളാഹു മനുഷ്യന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലും ഹദീസുകളും ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നു. സൗഭാഗ്യം അതിൽ കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഉള്ള ഇമാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് അറിവ് ലഭിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് തൻ്റെ ഗ്രന്ഥത്തിൽ മൽഫൂസാത്തിലും ഗ്രന്ഥങ്ങളിലും പ്രസംഗങ്ങളിലും വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ചോദ്യങ്ങളിൽ പറഞ്ഞു മരണത്തിന് ശേഷമുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു.
ഈ ഒരു ചോദ്യം ഇതും അത് സംബന്ധിച്ച പോലെ തന്നെ ഒരു ചോദ്യമാണ്. മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു പ്രതിഫലം, ആ സ്വർഗം അല്ലെങ്കിൽ ആ ഒരു ശിക്ഷ, അത് നീക്കമുള്ളതാണോ അല്ലെങ്കിൽ പ്രത്യേക സമയത്തിന് വേണ്ടിയിട്ടായിരിക്കും? മറ്റുള്ള മതങ്ങളെ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ അടിസ്ഥാനത്തിൽ മരണവും അതുപോലെ തന്നെ സ്വർഗവും നരകവും അത് ഒരു വ്യക്തമായ സമയത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ കുറച്ച് കാലത്ത് ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ്, പിന്നെ വീണ്ടും അവൻ പുനർജന്മത്തോടു കൂടി മറ്റൊരു ജീവിതം അവനക്ക് ലഭിക്കുന്നു. അങ്ങനെ ഈ ഒരു ചക്രം അത് ചലിച്ചുകൊണ്ടേയിരിക്കും. യഹൂദികളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ്. അവർ പറയുന്നു, സ്വർഗത്തിൽ വെറും യഹൂദികൾ മാത്രം പ്രവേശിക്കപ്പെടുകയുള്ളൂ, അവരല്ലാതെ ആരും തന്നെ പ്രവേശിക്കപ്പെടുകയില്ല. നരകത്തിൽ യഹൂദികൾ അവർ കുറച്ച് സമയം മാത്രം ചെലവഴിക്കുകയുള്ളൂ, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നാണ്. ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിക്കാത്ത ഒരു കാര്യമാണ് സ്വർഗവും നരകവും. ഇസ്ലാമിൽ സംബന്ധിച്ച് സ്വർഗം എന്നേക്കുമുള്ളതാണ്, പക്ഷെ നരകം എന്നേക്കുമുള്ളതല്ല. അത് എന്നേക്കുമുള്ളതല്ല നരകം. ഇത് നാം നോക്കുകയാണെങ്കിൽ പ്രതിഫലം എന്നുള്ളത് അതായത് മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അത് എന്നേക്കുമുള്ളതാണ്. പക്ഷെ അവൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം നരകം അത് എന്നേക്കുമുള്ളതല്ല. അതെന്തിനാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിൽ മുസ്ലിം അല്ലാഹു തആല അൻഹു തൻ്റെ ഈ ലെക്ചറിൽ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ പല കാര്യങ്ങളും സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഹുസൂർ പറഞ്ഞു, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം ഇതാണ്: അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവനിൽ പ്രതിഫലിപ്പിക്കുക, തൻ്റെ ജീവിതത്തിൽ അതിനെ അവൻ സ്വീകരിക്കുകയും അത് പ്രകടമാക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുകയും ചെയ്യുക. അവൻ എന്നേക്കുമായി നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ സിഫത്തിനെ അവൻ അതിൻ്റെ പ്രതിപുരുഷൻ എങ്ങനെയാവുക? അവൻ അത് പ്രതിഫലിപ്പിക്കാൻ അവൻ എങ്ങനെ സാധിക്കും? അള്ളാഹുവിൻ്റെ റഹം അത് അവൻ്റെ ശിക്ഷയുടെ സിഫത്തിൽ മുകളിൽ ആണ് നിൽക്കുന്നത്. അതിനെ വലയം വെച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹം എന്നുള്ള സിഫത്ത്. അള്ളാഹുവിന് ഒരിക്കലും അവൻ്റെ അടിമകൾക്ക് അവനെ ശിക്ഷിക്കുന്നില്ല, അവന് ഒരിക്കലും ആനന്ദം ലഭിക്കുന്നില്ല. അള്ളാഹു മനുഷ്യൻ്റെ ഉള്ളിൽ പല കഴിവുകൾ വെച്ചിരിക്കുന്നു. ആരാണോ ഈ കഴിവുകൾ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നത്, അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ആരാണ് തെറ്റായ ഉപയോഗം നടത്തുന്നത്, അതിൻ്റെ ഫലമായിക്കൊണ്ട് അപ്പോൾ ഒരു ശിക്ഷ അവന് ലഭിക്കുന്നു. ഈ രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ റഹമിൻ്റെ സിഫത്താണ്. അത് മറ്റുള്ള സിഫത്തുകളുടെ മുകളിൽ വലയം വെച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമുണ്ട്. അവിടുന്ന് പറയുകയുണ്ടായി, നരകത്തെ സംബന്ധിച്ച്, യാതി ജഹന്നമ സമാനൻ ഫിഹ അഹദും വനസീം സബാത്തും. അത് കൻസുൽ അമാലിലുള്ള ഒരു ഹദീസാണ്. അതായത് സമയം വരുന്നതാണ്, നരകം അത് കാലിയാകുന്നതാണ്. അതാണ് എല്ലാ ജനങ്ങളും അതിൽ നിന്ന് ഇറക്കപ്പെടുന്നതാണ്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ജന്നത്ത്, സ്വർഗം, ആരാണോ നരകത്തിൽ പോയത് അവർ ഒരിക്കലും ഇറക്കപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പല കാര്യങ്ങളിലും മരണത്തിന് ശേഷമുള്ള വിഷയങ്ങളിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന് ശിക്ഷ നൽകാനല്ല, പക്ഷെ അള്ളാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ പ്രീതി കരസ്ഥമാക്കുക എന്ന ഉദ്ദേശം കൊണ്ടാണ്. വിശുദ്ധ ഖുർആന്റെ പല ആയത്തുകളിൽ നമുക്ക് മനസ്സിലാകുന്നു, സ്വർഗം അത് എന്നേക്കുമുള്ളതാണ്, നരകം അത് എന്നേക്കുമുള്ളതല്ല. നോക്കുക, അത്തീൻ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു സ്വർഗത്തെ സംബന്ധിച്ച് ഫലഹും അജറും ഗൈറു മംനൂൻ. അത് ഇതിൽ പ്രതിഫലം അനശ്വരമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. പല ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു ജന്നത്ത് എന്നേക്കുമുള്ളതാണ് പറഞ്ഞിരിക്കുന്നു.
നരകത്തെ സംബന്ധിച്ച് എന്നേക്കുമുള്ളതാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അത് മസീഹ് ഇസ്ലാം തൻ്റെ ഗ്രന്ഥ ചഷ്മ മസീഹിൽ ഇത് സംബന്ധിച്ച് പറയുന്നു. അവിടുന്ന് പറയുന്നു, ഈ കാര്യം തീർത്തും വിഡിത്തമായ കാര്യമാണ്, അള്ളാഹുവിൻ്റെ സിഫത്തിൻ്റെ എതിരെയുള്ള കാര്യമാണ്. അതായത് നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം വെറും അള്ളാഹുവിൻ്റെ ആ ഒരു കോപം തന്നെ മാത്രം പ്രകടമാകുകയുള്ളൂ എന്നുള്ള വിശ്വാസം വിഡിത്തമാണ്. അള്ളാഹുവിൻ്റെ റഹം അത് എന്നേക്കുമുള്ളതാണ്. അള്ളാഹുവിൻ്റെ റഹം അവസാനിച്ചു പോകുമെന്ന് അവർ ധരിക്കുന്നു. അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, അതിൽ നിന്ന് മനസ്സിലാക്കുന്നു, ഒരു കാലഘട്ടത്തിന് ശേഷം മനുഷ്യൻ്റെ ആ ഒരു തെറ്റിന് തുല്യമായിട്ടുള്ള കാലം കഴിഞ്ഞ ശേഷം അവൻ അത്ര കാലം മാത്രം നരകത്തിലുണ്ടാവുകയുള്ളൂ. അതിന് ശേഷം അള്ളാഹുവിൻ്റെ റഹമും അതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെയും ആ ഒരു സിഫത്ത് അത് പ്രഭാവം കൊള്ളുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി അനുസരിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം അതിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നതാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു കൈ അതിന് ഒരിക്കലും തന്നെ ഒരു വിധത്തിലുള്ള കണക്കുകളില്ലാത്തതാണ്. അതായത് എല്ലാവരെയും ആ ഒരു നരകത്തിൽ നിന്ന് അള്ളാഹു പുറത്തെടുക്കുന്നു എന്നുള്ളത്. ഇനി ഒരു ചോദ്യം, സ്വർഗത്തിൽ എന്താണ് കർമ്മങ്ങളുണ്ടോ എന്നുള്ളത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം ഇതാണ്, അവനോടൊപ്പം കർമ്മങ്ങൾ ഉണ്ടാവണമെന്നാണ്. കർമ്മങ്ങളില്ലെങ്കിൽ മനുഷ്യന് ഒരു വിധത്തിലുള്ള യാഥാർത്ഥ്യവുമില്ല, അവൻ്റെ ഉദ്ദേശം ഇല്ലാതായി പോകുന്നതാണ്. ഏത് കാര്യത്തിലാണോ മനുഷ്യന് നിർവൃതി ലഭിക്കുന്നത്, ആനന്ദം ലഭിക്കുന്നത്, അവനൊരിക്കലും അത് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, ലാ യമസുഹ വല നസബുൻ, ഒരിക്കലും തന്നെ മുഅ്മിനീങ്ങൾക്ക് അതിൽ ഒരു വിധത്തിലുള്ള ക്ഷീണമുണ്ടാകുകയില്ല. അവർ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അവർക്ക് ക്ഷീണമുണ്ടാകുകയില്ല. ഒരു ഹദീസിൽ പറഞ്ഞിരിക്കുന്നു, അള്ളാഹു പുതിയ പുതിയ തസ്ബീഹുകൾ അത് മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, സ്വർഗത്തിൻ്റെ ഉള്ളിൽ മുഅ്മിനീങ്ങൾക്ക് തീർച്ചയായിട്ടും കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. അത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന കർമ്മങ്ങളായിരിക്കും. ജസാക്കുമുല്ലാഹു ഹുസ്ന ജസാ. പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയത് രണ്ടാമത്തെ ചോദ്യം ബഹുമാനപ്പെട്ട മുനീർ ഖാദിം സാഹിബിനോടാണ്. 1889 ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിന്ന് കൽപ്പന ലഭിച്ചുകൊണ്ട് ജമാഅത്ത് അഹമ്മദിയെ രൂപീകരിക്കുകയുണ്ടായി. ചോദ്യം ഇതാണ്, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ജമാഅത്ത് അഹമ്മദിയുടെ മുകളിൽ ഹുസൂറിൻ്റെ അധ്യാപനങ്ങളുടെ എന്ത് പ്രഭാവമാണ് ഉണ്ടായത്? ജസാക്കുമുല്ലാ. സയ്യിദ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിൻ്റെ ആ ഒരു ഇസ്ലാഹിപരമായിട്ടുള്ള ആ ഒരു കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് ഒരു സാധാരണ ഒരു മുസ്ലിം ആയിരുന്നില്ല. പല രീതിയിലുള്ള പല മുസ്ലിങ്ങൾ, അതായത് പരിവർത്തനം വരുത്തുന്ന ജനങ്ങൾ വന്നിരിക്കുന്നു ഈ ഒരു ഉമ്മത്തിൽ. പക്ഷേ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ആ മുസ്ലിഹായിരുന്നു. ആ പരിവർത്തനം നടത്താൻ വന്ന ആ വ്യക്തിയാണ്, അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടുന്ന് അള്ളാഹു ഇൽഹാം ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു, ഓരോ പടിയിലും അവിടുത്തെ കൈ പിടിച്ചുകൊണ്ട് ഹുസൂറിനെ നടത്തുകയുണ്ടായി. ഈ ഒരു വഴി നടത്തലിൻ്റെ കാരണമായിക്കൊണ്ട് അത് മുസ്ലിം ഇസ്ലാം യഥാർത്ഥ രീതിയിലുള്ള ആ ഒരു പരിവർത്തനം നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള മുസ്ലിം, അതായത് പരിവർത്തനം നടത്താൻ വരുന്ന ഒരു വ്യക്തി അത് മറ്റുള്ള നടത്തുന്ന വ്യക്തികളെ പോലെ ആയിരിക്കുകയില്ല. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഹുസൂർ പറഞ്ഞിരിക്കുന്നത്, ഭൗതിക ലോകർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് തൻ്റെ വിശ്വാസങ്ങൾ വെച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ചില കാര്യങ്ങൾ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇസ്ലാമിക അധ്യാപനങ്ങളാണ്. പക്ഷേ മുസ്ലിങ്ങളുണ്ടായിട്ടുള്ള തെറ്റുകൾ അത് ഹുസൂർ ഉച്ചസ്ഥരത്തിൽ അത് വിളിച്ചോതുകയുണ്ടായി. ഇത് നിങ്ങളുടെ തെറ്റുകൾ ഇതൊക്കെയാണ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ ഈ തെറ്റുകളുണ്ട് എന്നുള്ളത്.
ആദ്യമായിക്കൊണ്ട് ആദ്യത്തെ തെറ്റ് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്, അവർ ഈസാ അലൈഹി ഇസ്ലാം ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. ക്രൈസ്തവരെ പോലെ അവർ വിശ്വസിക്കുന്നു ഈസാ അലൈഹി ഇസ്ലാം ആകാശത്തുണ്ടെന്ന്, അദ്ദേഹം തന്നെ ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതാണ് വിശ്വസിക്കുന്നു. അങ്ങനെ ആ ഒരു മുസ്ലിങ്ങളുടെ മുങ്ങുന്ന ആ ഒരു കപ്പലിനെ വീണ്ടെടുക്കുക അദ്ദേഹം മരിക്കുന്നു വിശ്വസിക്കുന്നു. അവിടുന്ന് ഈ ഒരു ഇതിന് ഫലമായിട്ട് എന്താ ഉണ്ടായത്? ഹുസൂറിൻ്റെ മുകളിൽ കുഫറിൻ്റെ ഫത്വ ചെയ്യപ്പെടുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തെ നബിയായി തന്നെ അയച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ഈയൊരു വിശ്വാസം മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ചില മുസ്ലിങ്ങളുടെ വിശ്വാസമായിരുന്നു, ഹദീസിൽ വന്നിരിക്കുന്നു ലാ നബിയ ബാദി, അതുകൊണ്ട് ഒരു നബിയും വരില്ല എന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് ഹദീസ് മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി, നിങ്ങൾ യഥാർത്ഥ മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയിരിക്കുന്നു. വിശ്വാസം അതല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ വിശ്വാസം അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കും ചലിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും വരാൻ സാധ്യമല്ലെങ്കിൽ അപ്പം ഖാത്തം നബീൻ എന്നുള്ള ആയത്ത് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, എൻ്റെ മകൻ ഇബ്രാഹിം ജീവനുണ്ടെങ്കിൽ അവൻ നബി ആയിരിക്കുമെന്ന്? ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു വ്യക്തി പറയുന്നതായി കേൾക്കുകയുണ്ടായി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു നബിയുമില്ല എന്ന്. അവിടുന്ന് പറയുകയുണ്ടായി, അങ്ങനെ പറയരുത്, ലാ തഖൂലു ലാ നബിയ ബാദി ഖൂലു ഖാത്തമുൻ നബീൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീൻ എന്ന് പറഞ്ഞുകൊള്ളുക, പക്ഷേ അവിടുത്തെ ശേഷം ഒരു നബിയുമില്ല എന്ന് പറയരുത് എന്ന് പറയുകയുണ്ടായി. അപ്പം അവിടുന്ന് മുസ്ലിങ്ങൾ വ്യതിചലിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നിൽ വെക്കുകയുണ്ടായി. പല വിധത്തിലുള്ള ആ ഒരു ഇസ്ലാഹുകൾ, പരിവർത്തനങ്ങൾ അവിടുന്ന് നടത്തുകയുണ്ടായി. ആ ഒരു അവരുടെ വിശ്വാസങ്ങൾ പല ജനങ്ങൾ ഹുസൂർ തിരുമനസിനെ തെറി വിളിക്കുകയുണ്ടായി. പക്ഷേ ഈ ഒരു അധ്യാപനങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഇൽഹാമു മുഖാന്തരം അവിടുന്ന് ലഭിച്ചതാണ് മുസ്ലിം ഇസ്ലാമിന്. അപ്പോൾ അത് മെല്ലെ മെല്ലെ അത് ഇൽഹാമിൻ്റെ ഫലമായിക്കൊണ്ട് അത് മെല്ലെ മെല്ലെ അതിൻ്റെ പ്രഭാവം കാണിക്കാൻ തുടങ്ങുകയുണ്ടായി. അങ്ങനെ അവിടുത്തെ ഒരു ഹുസൂർ ഒരു പരിവർത്തനം ഇതായിരുന്നു. പണ്ഡിറ്റും അതുപോലെ തന്നെ പാതിരിമാരും എല്ലാം പറയുന്നു, എൻ്റെ മതം നല്ലതാണ്, നിങ്ങളുടെ എല്ലാം നല്ലതല്ല എന്ന് പറയുകയാണ്. മുസ്ലിം ഇസ്ലാം പറയുകയുണ്ടായി, ആ ഒരു ആദ്യത്തെ മുസ്ലിഹാണ് പറയുകയുണ്ടായി, നിങ്ങൾ ഈ തെറ്റാണ്, ഈ ഒരു വിശ്വാസം തന്നെ തെറ്റാണ്. എല്ലാവരും തൻ്റെ മതത്തിൻ്റെ ആ ഒരു സൽഗുണങ്ങൾ പറയേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് തെറ്റായ മതം അത് തന്നെ അതിൽ പിന്നിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ എന്തിനാണ് മറ്റുള്ള മതങ്ങളെ മോശമായി പറയുന്നത്? അത് മുഖാന്തരം ഫസാദ് ഉണ്ടാകുന്നു. അപ്പം ഈ അധ്യാപനങ്ങൾ എല്ലാ ലോകം മുഴുവൻ അത് പ്രഭാവം ചെലുത്തുകയുണ്ടായി, കേൾക്കുകയുണ്ടായി, അത് പഠിക്കുകയുണ്ടായി. ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചവരിൽ എന്ത് പ്രഭാവം ഉണ്ടായി എന്ന് ചോദ്യമാണെങ്കിൽ, അവിടുത്തെ സ്വീകരിച്ച പല ജനങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ തെറ്റായ രീതിയിലുള്ള കർമ്മപരമായിട്ടും അതുപോലെ തന്നെ സ്വഭാവപരമായിട്ടുള്ള തിന്മകളിൽ മുങ്ങിയ ജനങ്ങളായിരുന്നു ഹദരത്ത് മുസ്ലിം ഇസ്ലാമിനെ സ്വീകരിച്ചത്. അങ്ങനെയുള്ള ജനങ്ങൾ ഹദരത്ത് മുസ്ലിം ഇസ്ലാമിനെ സ്വീകരിച്ചപ്പോൾ അവർ വലിയ വലിയ സ്ഥാനങ്ങളുണ്ടായിരുന്നായിരുന്നു. അവർ മദ്യപിച്ചിരുന്നു. ആ ഒരു മദ്യം അവർ ഒഴിവാക്കുകയുണ്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവർ പറയുന്നു, ജനങ്ങൾ പറയുന്നു, ഇദ്ദേഹം വളരെ നല്ല വ്യക്തിയാണ്, നല്ല സംസാരവുമാണ്, പക്ഷേ അദ്ദേഹം ഖാദിയാനി എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ നോക്കുക, മുസ്ലിം ഇസ്ലാം പറഞ്ഞിരിക്കുന്നു, അത് വൃക്ഷം അതിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് അതിനെ തിരിച്ചറിയുന്നത്. അപ്പം മുസ്ലിം ഇസ്ലാമിൻ്റെ ഈ അധ്യാപനങ്ങൾ ഇത് എല്ലാ വിധത്തിലും മുഴുവൻ ലോകത്തും അതിന് പ്രഭാവം ചെലുത്തുകയുണ്ടായി. നിങ്ങൾ നോക്കുക, ജമാഅത്ത് അഹമ്മദിയ എന്ത് പ്രഭാവമാണ് അതിൻ്റെ ഉപകാരമാണ് നിർത്തുന്നത് നോക്കുക.
ജമാഅത്തിൽ ഒരു ഐക്യമുണ്ട്. ജമാഅത്തിൽ ഒരു വ്യക്തി പോലും, അത് ഒരു ഗ്രാമത്തിലുള്ള വ്യക്തിയായാലും, ആ ആ ഒരു ഗ്രാമത്തിൽ നിന്ന്, ആ ഒരു ജില്ലയിൽ നിന്നും, ആ ഒരു രാജ്യത്തിൽ നിന്നും, മുഴുവൻ ലോകത്തും ഒറ്റൊരു നൂലിലാണ് കോർക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി. അതായത് എല്ലാ അഹമ്മദികളും. സാമ്പത്തികപരമായി നോക്കുക, ചന്തയുടെ ആ ഒരു വ്യവസ്ഥിതി, ജമാഅത്തിന് ചന്ത നൽകുന്നു, എന്താണ് അതിൻ്റെ ഫലം? ജനങ്ങൾ പറയുന്നില്ല. ഇത് നമ്മളുടെ നമ്മളുടെ ടാക്സാണ്, നമ്മളുടെ ഭാരമാണെന്ന് അവർ പറയുന്നില്ല. എത്രത്തോളമാണ് അതിൻ്റെ ഫലമെന്നാൽ, അതിൻ്റെ പ്രഭാവമെന്നാൽ, ഏതെങ്കിലും വ്യക്തിക്ക് ശിക്ഷ നൽകിക്കൊണ്ട് ചന്ത അവിടുന്ന് വാങ്ങാതിരിക്കുകയാണെങ്കിൽ അവർ പിന്നാലെ വരുന്നു, എനിക്ക് പുറത്തു നൽകുക, എൻ്റെ നിന്ന് ചന്ത സ്വീകരിക്കുക എന്ന് പറഞ്ഞു വരുന്നു അവർ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇസ്ലാഹ്, ഒരു പരിവർത്തനമാണ് ഹസ്രത്ത് മസീഹ് ഇസ്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്ത് ഇതിൻ്റെ ഉദാഹരണം നമുക്ക് ലഭിക്കുകയില്ല. ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ ഉദാഹരണം ലഭിക്കുകയില്ല. നോക്കുക, നമ്മുടെ ശത്രുക്കളും ഇത് സമ്മതിക്കുന്നു. ആ കാലഘട്ടത്തിൽ അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഖാദിയാൻ വന്നു, അദ്ദേഹം ഒരു സമയം വരെ ഇസ്ലാം അഹമ്മദിയെ സ്വീകരിക്കുന്നവരെ വക്കിലെത്തുകയുണ്ടായി, പക്ഷെ പിന്തിരിഞ്ഞു പോവുകയുണ്ടായി. അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതുകയുണ്ടായി. അതിൽ പറഞ്ഞു, അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം അത് കാണുന്നുണ്ടെങ്കിൽ അവർ ഖാദിയാനിൽ പോയി കാണുക എന്നുള്ളത് അദ്ദേഹം എഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കളും ആ ഒരു വാക്കുകൾ ഒന്ന് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിൻ്റെ ഒരു അധ്യാപനങ്ങൾ, ആ അതിൻ്റെ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കളുടെ മുകളിലും ഒരു പ്രഭാവമുണ്ട്. ഈ ഒരു പ്രഭാവം മുഴുവൻ ലോകത്തും വ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തുള്ള 200-ലേറെ രാജ്യങ്ങൾ ഈ ഒരു പ്രഭാവത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രഭാവം അതിതാണ്. ഈ ലോകം അതിൻ്റെ സമാധാനം സൃഷ്ടിക്കാൻ സാധ്യമായിട്ടുള്ള ജമാഅത്ത് ഉണ്ടെങ്കിൽ അത് അഹ്മദിയ മുസ്ലിം ജമാഅത്താണ്. ഏതെങ്കിലും നേതാവിൻ്റെ മുഖാന്തരം ഈ ഒരു അസമാധാനം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് സമാധാനം നടക്കാൻ സാധ്യമാകുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ അസ്ലി അസീസാണ്. അദ്ദേഹം മുഖാന്തരം മാത്രമാണ് ഈ കാര്യം സാധ്യമാവുകയാണ്. ഈ ഒരു പ്രഭാവം ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ഷേഖ് മുജാഹിദ് ശാസ്ത്രി സാഹിബിനോടാണ്. ഈ സീരീസിൻ്റെ അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സയ്യിദന ഹദ്റത്ത് മുസ്ലിഹ മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ പ്രഭാഷണം അത് കേൾക്കുന്ന ആളുകളിൽ ഏത് രീതിയിലുള്ള സ്വാധീനമാണ് ഉണ്ടാക്കിയത്? 1924 ഹദ്റത്ത് മുസ്ലിഹ മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ പ്രഭാഷണം ചൗധരി മുഹമ്മദ് സഫറുല്ലാ ഖാൻ സാഹിബ് വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. ഇന്ന് ഏകദേശം 100 വർഷങ്ങൾ അത് പിന്നിട്ട് കഴിഞ്ഞു. ഒരു മാസം കഴിയുമ്പോൾ ഏകദേശം കൃത്യം 100 വർഷമാകും. ഈ ദിവസം അഹമ്മദിയ ചരിത്രത്തിൽ അംഗീകരിക്കപ്പെട്ട, അറിയപ്പെട്ട ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ ചരിത്രത്തിലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അന്നത്തെ ദിവസം ഹുസൂറിൻ്റെ പ്രഭാഷണം വളരെ പ്രൗഢഗംഭീരമായ നിലയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഹുസൂറിന് നിർണയിക്കപ്പെട്ട സമയം വൈകുന്നേരം 5 മണിയായിരുന്നു. അതിനു മുൻപും പല പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു, ആളുകൾ ഇത് കേട്ടുകൊണ്ടേയിരുന്നു. പൊതുവിൽ ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാർ ഇത്ര സുദീർഘമായ നേരം ഒരു പ്രഭാഷണമൊന്നും കേട്ടിരിക്കാറില്ലായിരുന്നു. എന്നാൽ ഹുസൂറിൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഹുസൂറിൻ്റെ ഖുതുബ കേൾക്കുന്നതിനുള്ളൊരു ആനന്ദമായിരിക്കാം, അവരുടെ ഹൃദയത്തിലൊരു ആവേശമുണ്ടായിരുന്നിരിക്കാം. ഹുസൂറിൻ്റെ പ്രഭാഷണത്തിൻ്റെ സമയമായപ്പോൾ അവർ അലേർട്ടായി അവിടെ ഇരിക്കുകയുണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിൻ്റെ സദസ്സിൻ്റെ അധ്യക്ഷൻ ഹുസൂറിനെ ആദ്യം പരിചയപ്പെടുത്തി, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ ചെറിയ തോതിൽ പരിചയപ്പെടുത്തി. എന്നിട്ട് ഹുസൂറിനോട് പറഞ്ഞു, ഇനി താങ്കളുടെ പ്രഭാഷണം തുടങ്ങുക എന്ന്. ഹുസൂർ സ്റ്റേജിൽ വന്നു. തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഹുസൂർ പ്രഭാഷണം ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യം അള്ളാഹുവിന് നന്ദി പറഞ്ഞു. അവൻ അള്ളാഹുവിന് നന്ദി പറയുന്നു. മനുഷ്യരുടെ ഹൃദയത്തിൽ
ഈ ദീനീപരമായ ഒരു കാര്യം കേൾക്കാനുള്ള താല്പര്യം വിട്ടുന്നതിന് നന്ദി പറയുന്നു. ഞാൻ ഈ ഓഡിയൻസിനെ കണ്ട് ഇത്രയും സുദീർഘമായ ഒരു പ്രഭാഷണം ചെയ്യുക, ഹുസൂർ 5-6 മണിക്കൂർ പ്രഭാഷണം ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ചൗധരി ദഫറുല്ല ഹസൻ പറഞ്ഞു, ഇനി ഈ പ്രഭാഷണം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കുക. എന്നിട്ട് ആളുകൾ പറഞ്ഞു, ഇത് ദീനിൻ്റെ കാര്യമാണ്, ഇത് ഈ ഭൗതിക ലോകത്തുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല, മറിച്ച് അതിന് ശേഷവും നിലനിൽക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഹുസൂർ സവിശേഷമായ നിലയിൽ പറഞ്ഞു, ചൗധരി ദഫറുല്ലാഹിനോട് ചെവിയിൽ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ദുആ ചെയ്യാം. ഹുസൂറിൻ്റെ ഈ ദുആയുടെ ഫലമായിരിക്കണം ചൗധരി സാഹിബ് കൃത്യം 1 മണിക്കൂർ ആ പ്രഭാഷണം വായിച്ചു. അവിടെ ഒരു സവിശേഷമായ ഒരു അവസ്ഥ ആ ശ്രോതാക്കളിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിൽ സ്ത്രീകളും പുരുഷന്മാരും, ഇതിൽ വരുന്ന പുതിയ പുതിയ വിഷയങ്ങൾ, പലിശയെ സംബന്ധിച്ച്, അടിമത്തത്തെ സംബന്ധിച്ച്, ബഹുഭാര്യത്തെ സംബന്ധിച്ച്, ഇതെല്ലാം ആണുങ്ങളും പെണ്ണുങ്ങളും കൈയടിച്ചാണ് സ്വീകരിച്ചത്. ആ പ്രഭാഷണം കഴിഞ്ഞപ്പോഴും മിനിറ്റുകളോളം കൈയടിച്ചുകൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. പിന്നീട് അധ്യക്ഷൻ അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് ജനങ്ങൾ സ്വീകരിക്കപ്പെട്ട ഒരു പ്രഭാഷണത്തെ സംബന്ധിച്ച് എനിക്ക് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ആളുകളുടെ മുഖത്തിൽ നിന്ന് തന്നെ അത് പ്രകടമാണ്. അതേപോലെ തന്നെ നിരന്തരമായിക്കൊണ്ട് പേപ്പറുകളിൽ ഈ ചരിത്രത്തെ സംബന്ധിച്ച് പറയപ്പെടുകയുണ്ടായി. അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തിൽ മാഞ്ചസ്റ്റർ എന്ന ഒരു പേപ്പറിൽ ഈ പുതിയ ഇസ്ലാമിൽ വന്നിട്ടുള്ള നവീകരണ പ്രസ്ഥാനം, ഇവർ അവതരിപ്പിച്ച ആ ഇസ്ലാമിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ ഇവർ മുഖേന നമുക്ക് കാണിക്കപ്പെട്ട ഇസ്ലാം എന്നുള്ളത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചുകൊണ്ട് അവരവതരിപ്പിച്ച ആ പ്രഭാഷണം മുഴുവൻ ശ്രോതാക്കളും വലിയ ആവേശത്തോടെ കേട്ടു. അഹമ്മദിയ ചരിത്രത്തിൽ ആ പ്രഭാഷണങ്ങളെല്ലാം, ആ എഴുത്തുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കതെല്ലാം അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ 1-2 കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു 100 വർഷത്തോളം ആയിരിക്കുന്നു ആ പ്രഭാഷണത്തിന് ശേഷം. ഈ പ്രഭാഷണം നേരിട്ട് കേട്ട ആ ആളുകൾ നിലവിലില്ല, അവർ മരണപ്പെട്ടു കഴിഞ്ഞു. ആ ഗ്രന്ഥം പക്ഷേ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ജമാഅത്തിലുള്ള യുവാക്കൾ നമ്മളത് നിരന്തരമായി വായിക്കേണ്ടതാണ്. അതുപോലെ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റു മുസ്ലിങ്ങളും മറ്റുള്ള ആളുകളിലേക്കും ആ ഗ്രന്ഥം എത്തിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാപനം എന്താണ്, മറ്റ് മതങ്ങൾക്കെതിരിൽ ഇസ്ലാമിൻ്റെ ഔന്നത്യം എന്താണ്, ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഗ്രന്ഥം നിങ്ങൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ്. വലിയ വലിയ ചിന്തകരും വലിയ വലിയ പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് നിരൂപണം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മളുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ ഞാൻ സയ്യിദന ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഖണ്ഡിക വായിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതാണ്. മസീഹ അലൈഹി സ്വലാം പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യസന്ധമായ നിലയിൽ പറയുന്നു, ഇത് ഒരു ദൈവികമായ ജമാഅത്താണ്. ഇത് മനുഷ്യൻ്റെ പദ്ധതികളുടെ ഫലമോ അല്ലെങ്കിൽ മനുഷ്യകൃതമോ ആയിരുന്നെങ്കിൽ മനുഷ്യൻ്റെ എതിർപ്പുകളാൽ തന്നെ ഇത് എപ്പോഴോ ഉന്മൂലനം ചെയ്യപ്പെട്ടു പോയേനെ. മനുഷ്യൻ്റെ ആസൂത്രണങ്ങൾ ഇതിനെതിരിലുണ്ടായിട്ടും ഇത് വളർച്ചയും പുരോഗതിയും അത് ദൈവികമാണെന്നതിനുള്ള തെളിവാണ്. ആയതിനാൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസശക്തിയിൽ മുന്നേറുന്നുവോ അത്ര കണ്ട് നിങ്ങളുടെ ഹൃദയം പ്രകാശപൂരിതമാകുന്നതാണ്. മൽഫുജാത്ത് വാള്യം 3 പേജ് 257. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി നമ്മളുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല വരും ദിവസങ്ങളിൽ ഇനി ഏതെങ്കിലും വിഷയങ്ങളുമായി കൊണ്ട് ഒരു പുതിയ സീരീസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അതുവരേക്കും അനുവാദം നൽകുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया